ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു ഇല്ലേ, മുഖക്കുരു പാടുകളില്ലാതെ പോകാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ എന്തായാലും നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഒരു തണ്ട് കറ്റാർവാഴയാണ് ഇപ്പോൾ നമ്മൾ എടുക്കണേ. ഒരു തണ്ട് മതിയാവും. നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കി സ്റ്റോർ ചെയ്യേണ്ട. ഞാനിപ്പോൾ കാണിക്കുന്ന കാര്യം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ഒരാഴ്ചയ്ക്കൊക്കെ വെക്കാം. പക്ഷേ ഇനി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ നാളത്തേക്കൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം അതിൻ്റെ ഗുണം നഷ്ടപ്പെടും കുറേ നാൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴേ. അപ്പോൾ കറ്റാർവാഴ അതാ പൊട്ടിച്ചിട്ട് ആ മുറിച്ച ഭാഗം താഴെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ ദ്രാവകമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഈ മഞ്ഞ കളർ ദ്രാവകം കളയാണ്ട് ഉപയോഗിക്കുമ്പോഴാണ് കറ്റാർവാഴ മുഖത്ത് തേക്കുമ്പോൾ ചൊറിച്ചിലും അലർജിയും ഇറിറ്റേഷനും ചെറിയ തരത്തിൽ ഇങ്ങനെ കുരുക്കളൊക്കെ വരാറ്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കറ്റാർവാഴ എനിക്ക് പറ്റില്ല, അലർജിക്കാണ്, മുഖത്ത് പിമ്പിൾ വരും, അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ വല്ലാത്ത ചൊറിച്ചിലാണ്, അപ്പോൾ തന്നെ അങ്ങോട്ട് കഴുകി കളയാറുണ്ടെന്നൊക്കെ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മഞ്ഞ കളർ ആ ലിക്വിഡ് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ആ മുറിച്ച ഭാഗം താഴേക്ക് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകണം. എന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ മുള്ളും മേലത്തെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് ഫുള്ളായിട്ട് അങ്ങോട്ട് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാനിത് മാസത്തിൽ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്കിങ്ങനെ പീരീഡ്സിൻ്റെ ടൈമിലാണ് കൂടുതലും പിമ്പിൾസ് വരാം. നെറ്റിയുടെ ഭാഗത്തും കവിളിൻ്റെ ഭാഗത്തും പിന്നെ താടിമേലൊക്കെ ഇങ്ങനെ വലിയ വലിയ കുരുക്കൾ വരും. അപ്പോൾ കുരുക്കൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് മേലെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെ അങ്ങോട്ട് പാടുകളില്ലാണ്ട് തന്നെ ആ കുരുക്കൾ നന്നായിട്ട് കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് PCOS ഉള്ള കുട്ടികൾക്കാണ് പിമ്പിൾസ് വരാറ്. അങ്ങനെയുള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, എന്നും ഉപയോഗിക്കുക. രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോൾ യൂസ് ചെയ്യാം. അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന എക്സ്ട്രാ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഇനി ഡ്രൈ സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കാൻ അലോവേര ജെല്ല് നല്ലതാണ്. നമ്മൾ ഏറ്റവും ഉപയോഗിക്കാൻ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേര ജെല്ലാണ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തവരുണ്ടാവുമല്ലോ, ഹോസ്റ്റലിലവരാണെങ്കിലും അല്ലെങ്കിൽ ടൈം കിട്ടാത്തവരാണെങ്കിലും. അങ്ങനെയുള്ളവർക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഗുഡ് വൈബ്സിൻ്റെയും അതുപോലെ ബഞ്ചാരാസിൻ്റെയും ഖാദിയുടെയൊക്കെ നല്ല പ്യുവർ അലോവേര ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അലോവേരയുടെ ജെല്ല് ഞാൻ ഫുള്ളായിട്ട് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് അലോവേര ജെല്ല് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇടാണ്. അതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കണേ. കസ്തൂരി മഞ്ഞൾ പറ്റാത്തവർ ഉണ്ടാവും, അതായത് അലർജിക് ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി കസ്തൂരി മഞ്ഞൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളിൻ്റെ പൊടിയോ, ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ കറിക്ക് ഉപയോഗിക്കുന്ന നല്ല മഞ്ഞളുണ്ടാവും, പുറത്തുനിന്ന് വാങ്ങിക്കണതല്ല, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളുണ്ടാവില്ലേ, അതും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പിമ്പിൾസ് മാറാനായിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖത്തിടുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുഖത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രമല്ല ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാലേ നമ്മളുടെ മുഖത്ത് കരിവാളിപ്പിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റൂട്ടോ. പിന്നെ സ്കിന്ന് നല്ല കളർ വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. കാരണം നമ്മളിതിൽ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അലോവേര ജെല്ലുണ്ട്. അലോവേര ജെല്ല് നമ്മളുടെ മുഖത്ത് ഓപ്പൺ പോഴ്സ് മാറാനും നല്ലതാണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലല്ല, നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊരു ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യണത്. ഇതൊരു ജെൽ ടൈപ്പ് അല്ലേ, അതുകൊണ്ട് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ബ്രഷ് ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കൈ കൊണ്ടായാലും നമുക്ക് തേച്ച് കൊടുക്കാം. ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഫേസിലും കഴുത്തിലൊക്കെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഈവനായിട്ടാണ് അപ്ലൈ ചെയ്യണത്. പിന്നെ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യില്ലേ, അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് ഇടുന്നതിനേക്കാൾ മുമ്പ് ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിടാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ ഫേസ് വാഷ് ഒന്നും ഇടരുത് കേട്ടോ. വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പതുക്കെ ടൗലുകൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക. കുരുക്കളുടെ മേലെ നിന്ന് ഒരിക്കലും നമ്മൾ അമർത്തിയൊന്നും തുടയ്ക്കരുത്, പതുക്കെ പാഡ് ഡ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ ചെറിയൊരു ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പായിട്ട് വരാം. അതുവരെ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക.